നമസ്കാരം. ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ. പശ്ചിമേഷ്യൻ മണ്ണിൽ അധികാരത്തിന്റെ പുതിയ ഗതിമാറ്റങ്ങൾ പ്രകടമാകുന്നു. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾക്ക് അന്ത്യം കുറിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തകൾ ഇസ്രയേലിനെ വിറപ്പിക്കുകയാണ്. ഇറാന്റെ കരുത്തിന് മുന്നിൽ ലോകശക്തിയായ അമേരിക്ക പോലും നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെടുക്കുന്നു എന്നത് മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഇറാനുമായി ചർച്ച നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാനിയൻ പവർ പ്ലാന്റുകൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ എല്ലാ സൈനിക നടപടികളും 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. ഇറാൻ സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണി വരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രംപിന്റെ നിലപാട്. ചർച്ചകളെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന ചില തെറ്റായ വാർത്തകൾ വിശ്വസിക്കരുതെന്നും താക്കീത് നൽകുന്നുണ്ട്. നിലവിൽ നടക്കുന്ന ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും ഊർജാടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായി അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ പ്രത്യാക്രമണവും ഇറാൻ അമേരിക്ക സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. മാർച്ച് 22-ന് ഇറാന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ എല്ലാ സൈനിക നടപടികളും 48 മണിക്കൂർ നിർത്തലാക്കാനുള്ള അറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. പിന്നീട് അത് 5 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ലംഘിക്കപ്പെട്ടിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയതിനു പിന്നാലെ ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇറാനെ സൈനികമായി തകർക്കാൻ ലഭിച്ച അവസരം ട്രംപ് നഷ്ടപ്പെടുത്തുമോ എന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ഭയം. 15 ഇന സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്ക സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചു നിൽക്കുകയാണ്. ഈ കരാർ ഇറാന്റെ ആയുധശേഷിയെ ബാധിക്കില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്. ഇതേ മേഖലയിൽ ഇറാന്റെ പ്രതിരോധ നിരയെ കൂടുതൽ ശക്തമാക്കുന്നതേ ഉള്ളൂ. അമേരിക്ക ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രഹരമേൽപ്പിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞത്. വരാനിരിക്കുന്ന 48 മണിക്കൂർ മേഖലയിൽ അതീവ നിർണായകമാണ് എന്നായിരുന്നു. അതായത് ഇറാന്റെ അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തിരിച്ചടിക്കാനുള്ള സന്നദ്ധതയും ഏതൊരു നീക്കത്തെയും അപകടകരമാക്കിയേക്കാമെന്നും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിശദമായ കരാർ ഇപ്പോഴും വിദൂരമാണ് എങ്കിലും ഒരു പൊതു ചട്ടക്കൂടിന് സാധ്യത തെളിയുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെയോ അവരുടെ മിസൈൽ പ്രോഗ്രാമുകളെയോ തടയാൻ അമേരിക്കയുടെ 15 പോയിന്റ് കരാറിന് സാധിക്കില്ല എന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഇത് നയതന്ത്ര മേശയിൽ ഇറാന് ലഭിച്ച വലിയൊരു മുൻതൂക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ സായുധ ശൃംഖലയെ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ യുദ്ധം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നത് ഇറാന്റെ ഈ സ്വാധീനത്തെ നിലനിർത്താൻ സഹായിക്കും. അമേരിക്കയുടെ പിന്മാറ്റം ഇറാന്റെ പ്രതിരോധ നിരയായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് ലഭിക്കുന്ന ധാർമ്മിക വിജയമായി മാറും. ഹേഗിലെ നാറ്റോ ഉച്ചകോടിക്കിടെ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ പൈലറ്റുമാരെ തിരികെ വിളിക്കുക, ആ ബോംബുകൾ താഴെ ഇടരുത് എന്ന ട്രംപിന്റെ താക്കീത് ഇസ്രായേലിന് ലഭിച്ച കടുത്ത പ്രഹരമായിരുന്നു. വെടിനിർത്തൽ ലംഘിക്കുന്നത് അനുവദിക്കില്ലെന്ന അമേരിക്കയുടെ കർശന നിലപാട് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കി. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എന്ന് അമേരിക്ക പ്രതികരിച്ചത് ഇരു കൂട്ടർക്കും ഇടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് വ്യക്തമാകുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഉപരിയായി സ്വന്തം അജണ്ട നടപ്പിലാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ട്രംപിനെ ചൊടിപ്പിക്കുകയാണ്.